Hi all, welcome to yet another video of Korean Pho. അത് പറഞ്ഞിട്ട് കുറേ കാലമായി. ഞാനും നുങ്ങും ഭയങ്കര ബിസി ആയിരുന്നു. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു. ആ സമയത്ത് ബിസി ആയിരുന്നു. പിന്നെ അങ്ങാട് നമ്മൾ ഇത്തിരി ഫ്രീ ആയെങ്കിലും നമുക്കങ്ങാട് വീഡിയോ ഒന്നും എടുക്കാനും പിടിക്കാനും അതിൻ്റെ എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ടൈം ഫ്രെയിം കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ വേറൊരു സെപ്പറേറ്റ് ചാനൽ തുടങ്ങി, എൻ്റെ ബൈക്ക് ഭ്രാന്തിൻ്റെ ഒരു ചാനൽ. അപ്പം ഞാൻ അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ്. വേറൊന്നുമല്ല, വിയറ്റ്നാമിൻ്റെ റീയൂണിഫിക്കേഷൻ ഡേ എന്നുള്ള ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ആ ദിവസം, ഈ വർഷം എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് മൂനെ എന്ന് പറയുന്ന ലൊക്കേഷനാണ്. മൂനെ എന്ന് പറയുന്നത് ഫാൻ തിയേറ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലുള്ള പ്രൊവിൻസ് എന്ന് പറയുന്നത് ബിൻത്വൻ എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഫാൻ തിയേറ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ് മൂനെ. നമ്മുടെ ഗോവ പോലെ ഭയങ്കര ഫേമസ് ആണ്. കുറേ റഷ്യൻസും ഫോറിനേഴ്സും ഒക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിപ്പോൾ മൂനയിലാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് ലുങ്ങ് പറയും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാനും ഷെയർ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ന്യൂങ്. ന്യൂങ്, can you let them know what is reunification day and why it is important for the key importance of this year? Yeah. So Reunification Day, this is very important because it marks 50 years of reunified between the North and the South of Vietnam. And it marked a day that, we win against America and they withdraw all the soldiers out of Vietnam. And that's also marked a day that we get kind of... full freedom, right? Yeah, freedom from... nearly 30 years of fighting against big colonies like France and America. So it was a very long and devastated fighting journey of Vietnamese people. So this year is like 50 years, and the government have a very big celebration, the biggest ever in the history, including the parade, and then performance of Air Force, and many others performance that we citizens, we haven't seen it before, especially for young people. Yeah. In the participants in the parade, we have very special people from the war. They are like the veterans of the war. Veteran of the war. They witness and they joy. They sacrifice their life for our peace today. And we don't know if 10 years later, 20 years later, when we do the parade again, will we still see them or not? So that's why this year is very special. Yeah. എനിക്ക് എൻ്റെ ഒരു ചെറിയ ഇൻപുട്ട് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ പറഞ്ഞത് കുറച്ചൊക്കെ ഞാൻ മലയാളത്തിലും കൂടെ പറയാം. ഇത് വിയറ്റ്നാമിൻ്റെ നോർത്തും സൗത്തും കൂടി ഒന്നിച്ച ഒരു ദിവസമാണ്. അത് ഒന്നിക്കാൻ കാരണം എന്നൊക്കെ പറയുന്നത് വെച്ച് വെച്ചാൽ ഇതൊരു രാജ്യമായിരുന്നു, പക്ഷെ സൗത്ത് അമേരിക്കൻസ് കൈയടക്കി വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നോർത്തിലാണ് കൂടുതലും വിയറ്റ്നാമീസിന് ഹോൾഡ് ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് സൗത്തും കൂടി കൈയടിക്കാൻ വേണ്ടിയിട്ട് അവർ സായഗോണിലെ ഇൻഡിപെൻഡൻറ്റ് പാലസ് അവരുടെ ടാങ്ക് തന്നെ കൊണ്ട് ഇടിച്ച് തകർത്ത് കയറി കൈയടക്കിയ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ വിയറ്റ്നാം റീയൂണിഫൈഡ് ആയത്, കംപ്ലീറ്റ്ലി നോർത്തും സൗത്തും കൂടിയൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം അവരത് ഭയങ്കരമായിട്ട് കാണിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ഷെയർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റീസൺ, ഇത് വിയറ്റ്നാം 50 വർഷം ഫ്രീഡം പിന്നിട്ടിട്ട് എന്തൊക്കെയാണ് വിയറ്റ്നാം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവരുടെ സിറ്റിസൺസ് അറിഞ്ഞിട്ടില്ല. ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ അവർ അത്രയ്ക്ക് ഓപ്പൺ അല്ല, കുറേ കാര്യങ്ങളൊക്കെ ഇത്തിരി ക്ലോസ്ഡ് ആണ്. പക്ഷെ എന്നാലും അവർക്ക് അവരുടെ സിറ്റിസൺ അറിയിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം
ഈ പരേഡും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിനു മുന്നേ അവൾ പറഞ്ഞ പോലെ 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ പരേഡ് നടന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പരേഡും ഇങ്ങനത്തെ ഒരു മാഗ്നിറ്റ്യൂഡിൽ നടന്നിട്ടില്ല. അപ്പോൾ അത് അവരുടെ സിറ്റിസൺ അറിയിക്കാൻ, വിയറ്റ്നാം എത്രത്തോളം മുന്നേറിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. 2, ഇത് വേൾഡ് പവേഴ്സിനെ കാണിക്കാൻ, ദാറ്റ് വിയറ്റ്നാം ഇസ് നോട്ട് എ സ്മോൾ കൺട്രി എനിമോർ, ഞങ്ങൾ ചെറുതല്ല, ഞങ്ങൾക്കും തിരിച്ചടിക്കാൻ പറ്റും എന്നൊക്കെ കാണിക്കാനുള്ള ഒരു പവർ കാണിക്കാനുള്ള ഒരു വെന്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ വലിയ കൺട്രീസ് ഇവരെ ബുള്ളി ചെയ്യില്ല, മനസ്സിലായോ? അപ്പോൾ അവർക്കും അവരുടേതായ ശക്തിയുണ്ട് എന്നൊക്കെ കാണിച്ച് പറയുന്ന ഒരു പരേഡാണ്. അതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പ്ലസ് ഓഫ് കോഴ്സ് സെലിബ്രേറ്റിംഗ് 50 years ഓഫ് റിയൂണിഫിക്കേഷൻ, അവരുടെ ഫ്രീഡം, അതൊക്കെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതും കൂടെയാണ് മൂന്നാമത്തെ കാരണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസ്, നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്, റിപ്പബ്ലിക് ഡേ ഉണ്ട്. നമ്മൾ പക്ഷേ ഈ പറയുന്ന മാഗ്നിറ്റ്യൂഡിലൊന്നും ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ അത്രക്ക് ബോധേഡ് ആയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പേഴ്സണലി ഡൽഹി പോയി ഇതൊന്നും വിറ്റ്നസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇവിടെ ആൾക്കാർ, നിങ്ങൾക്കറിയില്ല, രാത്രി 2 മണിക്ക് പോയി ക്യാമ്പിങ്, പിറ്റേ ദിവസം രാവിലെ 7 o'clock വരെ ക്യാമ്പിങ് ജസ്റ്റ് ടു സീ ദ പരേഡ്. ഒരു 15 മിനിറ്റ് നിന്നിത് കാണാൻ വേണ്ടിയിട്ട് രാത്രി 2 മണിക്ക് പോയി സെറ്റപ്പൊക്കെ ചെയ്ത് ക്യാമ്പൊക്കെ ചെയ്ത് കിടന്നുറങ്ങി. ആ ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ കാണിക്കാം. അവിടെ കിടന്നുറങ്ങി എന്നിട്ടൊക്കെയാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പരേഡ് കാണുന്നത്. സോ ആ ഒരു പാട്രിയോട്ടിസമൊന്നും ചിലപ്പോൾ അത് അവരുടെ നാട്ടിൽ ആദ്യമായിട്ട് സംഭവിക്കണമുണ്ടായിരിക്കാം. ഇനി ചിലപ്പോൾ ഇടക്കിടക്ക് ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ ഇത്രയും ആയി വരില്ല. പക്ഷെ എന്നാലും എൻ്റെ ലൈഫ് ടൈമിൽ ഞാനിതൊരു ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് ഇത്രക്ക് എന്താ പറയുക, ഒരു നാഷണൽ പരേഡൊക്കെ നടക്കുമ്പോൾ ഇത്രയും ആൾക്കാർ തിങ്ങിക്കൂടി ഇത് കാണാൻ നിൽക്കുന്ന ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ വലിയൊരു സംഭവം. നമ്മൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അനുവിന്? എനിത്തിങ് എൽസ് ദാറ്റ് യു വാണ്ട് ടു സേ? Yeah. What? I want to say that, despite we are a country went through a lot, especially war, the world know about Vietnam. The first thing they know is war. Even until now. Yeah, Vietnam War. Vietnam War. Very famous. But I would say Vietnam colony. There is a movie named Vietnam Colony in Malayalam. We really treasure and be grateful for all our grandma and grandpas fighting hard to have the freedom right now and independence. So the history closed. We respect that. But at this time, at this stage of development of the country, we really respect the difference of different people around the world, and we're very open as long as we develop together. And now Vietnam is just not famous about the war. Please come here, explore yourself. We have very friendly people. We have good food, very good food, and we have amazing scenery. And most importantly, at this time, we have a very beautiful, bright and feelings of freedom and independence from a young people. So please come and enjoy Vietnam. Yeah. വിയറ്റ്നാം ഇപ്പോൾ ഒരു ഗ്രോയിങ് നേഷനാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക ഫാസ്റ്റ് ഗ്രോയിങ് നേഷനാണ് വിയറ്റ്നാം. കഴിഞ്ഞ ഒരു വർഷമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു FDI ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഭയങ്കരമാണ്. ദ ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഹ്യൂജ്. പിന്നെ ഇപ്പോൾ ഇത്തിരി സ്ലോ ഡൗൺ ആയിട്ടുണ്ട് മറ്റേ ട്രംപിൻ്റെ താരിഫൊക്കെ കാരണം. പക്ഷെ എന്നാലും ഇതൊക്കെ കഴിയുമ്പോൾ വിയറ്റ്നാം വീണ്ടും പിക്കപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഹോപ്പ് എന്നൊക്കെ പറയുന്നത്. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും
സുലാൻ, ടേക്ക് കെയർ. See you. അപ്പോൾ ശരി. Apa seri?